ഇന്ന് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചുകറി ഉണ്ടാലോ. ഇത് മോരുകറിയുടെയൊക്കെ കൂട്ടൊക്കെ തന്നെയാണ്, എന്നിരുന്നാലും നമ്മൾ കുറച്ച് എക്സ്ട്രാ ഐറ്റംസ് ഒക്കെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു കറി ഇഷ്ടപ്പെടും. അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ അതിന് വേണ്ടി ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ 2 കഷ്ണം ചേമ്പ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ചേമ്പാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള അതിനനുസരിച്ചിട്ട് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ഇത്ര ഐറ്റംസാണ് നമ്മൾ ആദ്യം എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ചേമ്പൊന്ന് നീളത്തിൽ കട്ട് ചെയ്ത് ഈ ഒരു രീതിയിൽ നമ്മൾ എടുക്കുക. അതിനുശേഷം നമ്മളിതിലൊരു ചീനച്ചട്ടി എടുത്ത് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ മൺചട്ടി ആണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ് വരുന്നത്. അപ്പം ഇത് നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് കടുകിടുക. കടുകിട്ടതിന് ശേഷം നമ്മൾ കുറച്ച് ഉലുവ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഉലുവ പൊടിയാണെങ്കിൽ പിന്നെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഡയറക്റ്റ് ഉലുവയായിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് വഴണ്ടി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളി ആയിരിക്കും ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിൽ കൊച്ചുള്ളി ഇല്ലാത്തത് കൊണ്ടാണ് സവാള ആഡ് ചെയ്ത് കൊടുത്തത്. നിങ്ങളുടെ കയ്യിൽ കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളി തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. സവാളയെക്കാളും ടേസ്റ്റ് കൊച്ചുള്ളിക്കായിരിക്കും. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിലുള്ളതനുസരിച്ചിട്ട് കൊച്ചുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതും കൂടി ആഡ് ചെയ്ത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് ഇതിൻ്റെ ചെറുതായിട്ട് കളർ ചേഞ്ചസ് ഒക്കെ മാറി വരുന്ന ആ ഒരു ടൈമിൽ നമ്മളിതിലേക്ക് ഒരു തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു ചെറിയൊരു തക്കാളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ തക്കാളിയുടെ പുളി അനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചുമൊക്കെ കൊടുത്തിരുന്നാൽ മതി. ഞാനൊരു ചെറിയൊരു തക്കാളിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അതുകൂടെ ഒന്ന് വഴറ്റി തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഉടഞ്ഞ് ഓവറായിട്ട് ഉടയേണ്ട, എന്നാലും അത്യാവശ്യം ഒന്ന് വെന്ത് വഴണ്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്ന ആ ഒരു ചേമ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് വഴറ്റി ഈ ഒരു കൂട്ടെല്ലാം കൂടി ഒന്ന് മിക്സ് ആയി കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുറച്ച് സ്പൈസസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ നോർമൽ സ്പൈസസായ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഈ രണ്ടും, മല്ലിപ്പൊടി വേണ്ട, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഉലുവ ഡയറക്റ്റ് ഇട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ കുറച്ച് ഉലുവയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ കായപ്പൊടി ഉണ്ടെങ്കിൽ കുറച്ച് കായപ്പൊടിയും കൂടി ഈ ഒരു ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ കായപ്പൊടി പിന്നെ ലാസ്റ്റ് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കായപ്പൊടി ഉണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ കായപ്പൊടിയും കൂടി ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇത് ചേമ്പൊന്ന് വേവുന്ന രീതിയിലുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഓവറായിട്ടുള്ള വെള്ളം വേണ്ട. ചേമ്പ് ഒന്ന് വേവൻ അത്രയും വെള്ളം മതിയാകും. ചേമ്പിൻ്റെ വേവനുസരിച്ചിട്ട് വെള്ളം കൂടി നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഫ്രഷ് കറിവേപ്പില ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് അതും കൂടി ഒന്നിട്ട് വഴറ്റി നന്നായിട്ട് ഒന്ന് കുക്കായി എടുക്കുക. ചേമ്പ് നന്നായിട്ട് കുക്കായി കിട്ടണം, എന്നാലേ ആ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. അത്യാവശ്യം ഇപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഈ നന്നായി കുക്കായതിന് ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് കുറച്ച് കട്ട തൈരാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ തേങ്ങ അരച്ചോ അതോ തേങ്ങാപ്പാലോ ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ അതിന് പകരം തൈരാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കട്ട തൈരുണ്ടെങ്കിൽ തൈരോ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മോരാണെങ്കിൽ മോരായാലും മതി. അതിൽ കുറച്ച് ലൂസായിട്ട് കിട്ടുന്നേ ഉള്ളൂ. അത് നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് കുറച്ച് തൈരും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചേമ്പ് കറി തയ്യാറായ ചേമ്പ് കറിയെന്നോ ചേമ്പിൻ ഒഴിച്ച മോര് കറിയെന്നോ എങ്ങനെ വേണമെങ്കിലും പറയാം. എങ്ങനെ പറഞ്ഞാലും നല്ല ടേസ്റ്റാണ്. പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ലൂസായിട്ട് വേണമെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം കൂടി ഒഴിച്ചാൽ മതിയാകും. ഇപ്പം ഞാൻ ഒരു കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് കുറച്ചുകൂടി ഇതായി ലൂസാക്കി എടുത്തിട്ടുണ്ട്. ചേമ്പാകുമ്പോൾ ചിലപ്പം കുറച്ചുകൂടെ തിക്കാവാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ്. ഈ ഒരു രീതിയിലാകുമ്പോൾ നിങ്ങൾ തീ ഓഫ് ചെയ്ത് വെക്കുക. തീ ഓഫ് ചെയ്തതിന് ശേഷം ഞാനിവിടെ പറഞ്ഞായിരുന്നല്ലോ കായപ്പൊടി ഇടാൻ മറന്നുപോയിട്ട് ഞാൻ പിന്നെ ലാസ്റ്റാണ് കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഉപ്പൊക്കെ നോക്കി നിങ്ങൾ ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ വളരെ ടേസ്റ്റിയും ഈസി ആയിട്ടുള്ളൊരു കറിയാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ചോറിൻ്റെ കൂടെയൊക്കെ ചേമ്പൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം.